അയ്യോ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്. ഓപ്പറേറ്റർ എത്തിയിട്ടില്ല. ഇനി പടം കാണാൻ വരുമ്പോ ഓപ്പറേറ്റർ ഞങ്ങൾ കൊണ്ടുവരാം. ദാമു, ഈ ഷോയ്ക്ക് ടിക്കറ്റ് എടുത്തവർക്കെല്ലാം അടുത്ത ഷോ കാണിക്കാം. തൽക്കാലം നിങ്ങൾ നടങ്ങ്. നീ പറയുന്ന സമയത്താണ് മനസ്സിലെങ്കിലും. പിന്നെ ഞാൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ പറ. ഈ നാട്ടുകാരായ ഞങ്ങളെ മുഴുവൻ കളിപ്പിക്കാൻ വേണ്ടിയാണ് താനെ തുടങ്ങിയത്. ഞങ്ങൾക്കൊന്നും അറിയണോ? മര്യാദക്ക് പൈസ ഉണ്ടെങ്കിൽ താക്കീസ് കത്തി. ജോസേ, നീ ഒന്ന് അടങ്ങ്. കണ്ടുപിടിച്ചതാ കൊച്ചു കള്ള. നടക്കട്ടെ നടക്കട്ടെ. Ready? 1 2 3 4. Ta la la ta la 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 ta la 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 ta la la ta la la. സിറ്റുവേഷൻ നോക്കിട്ട് ട്യൂൺ ഇട്. നാടകത്തിലെ ഗീത മരിച്ച ദുഃഖത്തില് രവി പാടുന്ന പാട്ടാണിത്. വിരഹഗാനം. സ്വന്തമായിട്ട് വല്ലതുകൊണ്ട് ഇട്ടാ മതി. എന്നാ പിടിച്ചോ. പാതിരാത്രിക്ക് മനുഷ്യനെ വടിയാക്കുന്ന ഏർപ്പാട് കാണിക്കരുത്. അമ്പിളി അമ്മാവ താമര കുമ്പിളിൽ എന്തുണ്ടെന്ന് പാടിയ ഞങ്ങൾക്ക് ആർക്ക് മനസ്സിലാവില്ലെന്ന് വിചാരിച്ചോ? എനക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഗേറ്റ് തുറന്നു കിടക്കുന്നുണ്ടല്ലോ. സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് ഒരുപാട് നേരമായില്ലേ? അകത്ത് വെളിച്ചം കാണുന്നല്ലോ. ജബ്ബാർ പോയിട്ടുണ്ടാവില്ലേ? കയറി നോക്കാം. ഓഫീസ് പൂട്ടിയിട്ടില്ലല്ലോ. എന്താടാ നിനക്കൊക്കെ എന്ത് തോന്നിയ ദിവസം കാണിക്കുന്നത് അവിടെ? ആരോട് വെച്ചാൽ അതിനകത്തേക്ക് സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ടല്ലോ കയറുള്ളൂ. സെക്കൻഡ് ഷോ കഴിഞ്ഞാൽ ഇതിനകത്ത് കയറും. കയറിയാലെന്താ? കയറുന്നില്ല. തറവാട് സ്വത്താണോടാ. തറവാട്ടിലോട്ട് കളിക്കരുത്. അവമാനിക്കാനല്ല. നിന്നിവിടെ കൊണ്ടുപോരുത്. ഇറങ്ങിപ്പോടാം. നേരെ പോലത്തെ അക്കൗണ്ട്സ് ഒക്കെ നോക്കി. എന്റെ അക്കൗണ്ടാണ് നോക്കണ്ടേ? നിന്നെ ഇത്രയും കാലം ഇവിടെ പൊറപ്പിച്ചില്ലേ? അത് മതി. എന്ന് പറഞ്ഞാൽ കണക്കും കണക്കിനും തീർക്കും. ചവിട്ടിക്കൊണ്ട് പോയത്താത്ത ഞാൻ. ഇറങ്ങിപ്പോടാ പട്ടി. അയാളെ വിട്ടല്ലേ പോകാനൊക്കൂ. ഇനി പുതിയ ഓപ്പറേറ്റർ തപ്പണ്ടേ? വേണ്ട, കൃഷ്ണൻകുട്ടി നോക്കിക്കോളൂ. ചിറ്റാരിക്കടവ് ലക്ഷ്മി ടാക്കീസിൽ മറ്റൊരു ജ്വലകലാ സൃഷ്ടി. നാളെ മുതൽ ഇതാ ഇന്ന് മുതൽ. നാളെ മുതൽ ഇതാ ഇന്ന് മുതൽ. ഇതാ ഇന്ന് മുതൽ. നാളെ മുതൽ ഇതാ. നീ കൊറേ നേരമായില്ല ചിലക്കാൻ തുടങ്ങിയിട്ട്. പടത്തിന്റെ പേരെന്താ? ഇതാ ഇന്ന് മുതൽ. പടത്തിന്റെ പേരെന്താന്ന്? ഇതാ ഇന്ന് മുതൽ. അപ്പൊ കുറച്ചു നേരത്തെ നീ നാളെ മുതൽ എന്ന് പറഞ്ഞല്ലോ. നാളെ മുതൽ ഇതാ ഇന്ന് മുതൽ. നീ ഇന്ന് മുതലോ നാളെ മുതലോ എപ്പോ വേണേ തുടങ്ങിക്കോ. പടത്തിന്റെ പേര് പറയാൻ. പടത്തിന്റെ പേരാണ് പറഞ്ഞ ഇതാ ഇന്ന് മുതൽ. അത് നാളെ മുതലാണ് നമ്മൾ തിയേറ്ററിൽ കളിക്കുന്നത്. അങ്ങനെ പറ. ഞാൻ ഇത്ര വലിയ പോലീസുകാരനായിട്ട് എനിക്ക് എന്നെ മനസ്സിലാവില്ല. പിന്നെയാണ് നാട്ടുകാർക്ക് മനസ്സിലാവുക. ദേ നീ ഇവനും കൊണ്ട് പബ്ലിസിറ്റി കാണുന്നുണ്ടല്ലോ. അവസാനം നീ തെണ്ടി പോവുകയും ചെയ്യും. നിന്റെ തിയേറ്ററിൽ ആളും കയറില്ല. ആ മൈക്കെടുത്തേ എടുക്ക. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് നീ അക്ഷരസ്ഫുടതയോട് സംസാരിക്കാൻ പഠിക്കും. സുഹൃത്തുക്കളെ, എന്റെ ഏക മകൻ നടത്തുന്ന ചിറ്റാരിക്കടവ് ലക്ഷ്മി ടാക്കീസിൽ ഇതാ ഇന്ന് മുതൽ ഇതാ നാളെ മുതൽ. ഇതാ ഇന്ന് മുതൽ ഇതാ നാളെ മുതൽ. ഇതാ ഇന്ന് മുതൽ ഇതാ അങ്ങനെ റാഞ്ചി ഞാൻ വരാൻ വൈകും. ഇതൊക്കെ ഞാൻ ഏറ്റു. ആ കാര്യം ഞാൻ നോക്കിക്കോളാം. കാലത്ത് തന്നെ നിന്റെ അപ്പനടിച്ച് വീലാണല്ലോടാ. വീല് നിന്റെ അച്ഛനുണ്ടാ. തന്തയ്ക്ക് വിളിക്കാതെ വണ്ടി വിട്. ചിറ്റാരിക്കടവ് ലക്ഷ്മി ടാക്കീസിൽ നാളെ മുതൽ ഇതാ ഇന്ന് മുതൽ. നാളെ മുതൽ ഇതാ ഇന്ന് മുതൽ. അച്ഛാ വേണ്ട, വീട്ടിൽ പോ. മര്യാദക്ക് വീട്ടിൽ പോ. യുവമിഥുനങ്ങളുടെ ഹൃദയ സരസുകളിൽ അനുരാഗത്തിന്റെ മന്ദാരപ്പൂക്കൾ വിരിയിച്ച അഭ്രകാവ്യം ഇതാ ഇന്ന് മുതൽ. ചിറ്റാരിക്കടവ് ലക്ഷ്മി ടാക്കീസിൽ നാളെ മുതൽ പ്രദർശനം ആരംഭിക്കുന്നു. ദിവസേന 3 കളികൾ. മെഗാസ്റ്റാർ മമ്മൂട്ടിയും സൂപ്പർ സ്റ്റാർ. നിക്കവിടെ. അപ്പൊ നീ എന്നെ കാത്തു നിൽക്കുമല്ലേ? ഞാൻ കാത്തൊന്നുമല്ല. അത് വെറുതെ വെറുതെ മാറി ഞാൻ ജാട ഇറക്കാതെ പെണ്ണേ.
നീ എന്നെ കാത്ത അവിടെ നിന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഏതായാലും വന്ന സ്ഥിതിക്ക് ഇവിടെ ഇരുന്ന് ഇത്തിരി കാറ്റൊക്കെ കൊണ്ടൊരു യുക്മാനൊക്കെ പാടിയിട്ട് പോവാ. വാ ഇരിക്കും വേണം. പിന്നെന്താ സിനിമ കാണാൻ വരാഞ്ഞത്? വരണ്ടെന്ന് പറഞ്ഞില്ലേ അന്ന്? ഇപ്പൊ വരണമെന്ന് പറഞ്ഞാലോ? വരണമെന്ന് പറഞ്ഞ അങ്ങനെ പറഞ്ഞാ പോരാ. വരികയാണെങ്കിൽ ഒറ്റയ്ക്ക് വരണം. ഒറ്റയ്ക്കോ? എന്താ വരില്ലേ? ഞാൻ വരില്ല. ഇല്ലേ? വരില്ല. ഉറപ്പാ? മല്ലിക വരുമോ ഇല്ലയോ? ഞാൻ വരില്ല. മല്ലിക ഞാനാ പറയുന്നത്, വരുമോ ഇല്ലയോ? പോ. വരില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെന്തിനാ വന്നത്? എനിക്ക് വരാൻ തോന്നിയിട്ട്. അങ്ങനെ തോന്നി നീ വരുമോ? വരും. സിനിമ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട്. സിനിമ കാണോ? അറിയത്തില്ല. എന്നിട്ട് ഈ മഹാഭാവി എന്നോട് ഇങ്ങനെ ചെയ്തില്ല. ഞാനിനി ജീവിച്ചിരിക്കത്തില്ല. ഏലിക്കുട്ടി, എനിക്ക് വയ്യ. നിങ്ങളാരും അറിഞ്ഞില്ലേ? എന്റെ പെണ്ണ് ചെയ്തത് നിങ്ങളാരും അറിഞ്ഞില്ലേ? നിങ്ങൾക്ക് എവിടെ പോയി കിടക്കുമായിരുന്നു? ഏലിക്കുട്ടി, എനിക്ക് വയ്യ. ഞാനിന്ന് ഇവിടെ കൊല്ലി. ഞാൻ അയ്യോ, ഞാൻ ചത്തുകളെ. നിങ്ങളൊക്കെ ഈ നാട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ മോടെ മാനം പോയത് അറിഞ്ഞില്ലേ? അറിഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് വന്നത്. ഇനി അറിയാത്തവരെ നീ വിളിച്ചു പോയി അറിയിക്കണ്ട. അയ്യോ, ഞാൻ ജീവിച്ചിരിക്കത്തില്ല. ഞാൻ എങ്ങനെ സമാധാനിക്കും അച്ചോ? പെൺകുട്ടികളെ കണ്ണും കയ്യും കാണിച്ച് മയക്കെടുക്കാൻ ഓരോരുത്തന്മാരുണ്ടല്ലോ ഇവിടെ. ഇതൊന്നും ചോദിക്കാൻ നിങ്ങളെ കൊണ്ട് വയ്യേ? അതിനല്ലേ ഞങ്ങളോട് വന്നേ. അത് എങ്ങോട്ടാണോ വരുന്നത്? എങ്ങോട്ടാ പോകേണ്ടത്? ആ എമ്പോക്കൂടെ ചോദിക്കാം. ഞങ്ങൾ പോയി ചോദിച്ചോളാം. ആദ്യം നിന്റെ വായിച്ചാരി നടത്ത്. ഈ ഉറങ്ങിയ ഭദ്രാലയം പോലെ അങ്ങോട്ട് കൊണ്ടുപോകും. എടാ അസുരവിത്തെ, എന്റെ അന്തസ്സും അഭിമാനവും നീ തൊലിച്ചില്ലടാ കുടുംബദ്രോഹി. പയ്യാരപ്പള്ളി തറവാട്ടിലെ നെഞ്ചത്തല്ലടാ നീ കത്തിവെച്ചത്. പട്ടി ഇല്ലെങ്കിൽ ഇവനെ തങ്കു, നിനക്കറിയോ, 10 മാസം ഞാൻ ഇവന് ചുമന്ന് പെറ്റില്ലെങ്കിലും ഈ തോളത്ത് കിടന്നടാ ഇവൻ വളർന്നത്. ഇവന്റെ മൂത്രത്തിന്റെ മണം ഇപ്പോഴും എന്റെ നെഞ്ചത്തുണ്ടാ. എടാ, നിന്റെ അമ്മ മരിച്ചതിന് ശേഷം ഇന്നുവരെ ഒരു പെണ്ണിന്റെ മുഖത്ത് ഞാൻ നോക്കിയിട്ടില്ലടാ. കുഞ്ഞമ്പ് നായരെ പറ്റി ഞാൻ അറിഞ്ഞൂടെ? പിന്നെ എങ്ങനെ ഇങ്ങനെ ഒരുത്ത എനിക്ക് ഉണ്ടായി? എനിക്കും സംശയം. നീ പോവാ. നിന്നെ വേണ്ട, ഒരു തീപ്പെട്ടിക്കൊല്ലി മതി എത്തിക്കാൻ. എന്നെ വിട, എന്നെ വിടാ. നീ വീട്ടിലേക്ക് വേടാ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നീ കുറച്ച് നാളായി തുടങ്ങിയിട്ട് ഒരു മോനുള്ള അമ്മേ. മോനെ നശിച്ചു മോനെ. ഞാൻ എന്താണ് കേട്ടത്? നീ അറിഞ്ഞോ? ദൈവമേ, എനിക്ക് ദൈവമേ. നമ്മുടെ തറവാടിനല്ലേ അമ്മ അവള് ദുഷ്പേരുണ്ടാക്കി വെച്ചത്. ഈ നാട്ടുകാരെ മാന്യന്മാരെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? എല്ലാവരും കൂടി അച്ഛനും ഇടപെടരുത്. കൊല്ലി ഞാൻ അവളെ. വിട്ടേ. അവന്റെ ദണ്ണം കൊണ്ട് പറയുന്നില്ല. അവൻ പോയി കൊല്ലട്ടെ. പോയി കൊല്ലടാ. നിനക്കാരെയാ കൊല്ലേണ്ടത്? എനിക്ക് അവളെ കൊല്ലണം. പിന്നാരെയാ കൊല്ലണം? എല്ലാവരെയും കൊല്ലണം. ഇവരെല്ലാം കൊന്നാൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുമോ? എന്നാ പോയി കൊല്ലി. അതിന് കൊല്ലാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുക. കൊല്ലു ഞാൻ.